ഇപ്പൊ എവിടെ നിന്ന് വരിക? ഇപ്പൊ ഞാൻ പാലക്കാടായിരുന്നു, സുമംഗലയുടെ വീട്ടിൽ ചെന്നു. നമ്മുടെ മീൻ കൂട്ടിയിട്ട് കുറെ കാലം ആയില്ലാടി. അവക്കടെ ചെന്ന് എന്തെങ്കിലും മീൻ കൂട്ടാന്ന് കരുതിയാണ് അവിടെ ചെന്നത്. അവിടെ ചെന്നപ്പോ അവള് പഴനിക്ക് പോണ്, അവൻ ശബരിമലക്ക് പോണ്. കാശിക്ക് പോയത് വെറുതെ പോയി. കാശിക്ക് പോയി നടക്ക്? ആര് പോയി? പിന്നെ അമ്മാവനെ പറഞ്ഞ കാശിക്ക് പോയെന്നല്ലേ? കാശിക്ക് പോയെന്നല്ല, വാശിക്ക് പോയത് വെറുതെ ആയിപ്പോ. അങ്ങനെ ഞാൻ ചെന്നു തുടങ്ങിയ നോൻപാണ്. ഇനി 40 ദിവസം കഴിയാതെ അവൻ ശബരിമലക്കും പോകില്ല, അവളും പോകില്ല. പിന്നെ അവിടെ നിന്ന് എങ്ങോട്ട് പോകുമെന്നും പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് ദൈവം മുമ്പിൽ സീമ വന്നേക്കണം അപ്പുറത്തെ വീട്ടില്. ഇവളോട് 500 രൂപ മേടിച്ചിട്ടുണ്ട് കൊടുക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞു ഇങ്ങാട് തന്നേക്ക്, ഞാൻ കൊടുത്തേക്കാന്നും പറഞ്ഞ് അതിങ്ങാട് മേടിച്ചിട്ട് ഇടവും വലവും നോക്കിയില്ല, ഒരൊറ്റ മുങ്ങായിരുന്നു അവിടെ. പിന്നെ നേരെ അവിടെ നിന്ന് ഞാൻ ആലത്തൂർക്ക് വന്നിറങ്ങി. സുജാതർ അവിടെ ചെന്നപ്പോ എന്താ, സുജാതക്ക് പിള്ളേരില്ലല്ലേ? എടി ഒന്ന് കാനഡക്കും ഒന്ന് ഓസ്ട്രേലിയക്കും പോയില്ലേ? ഇപ്പൊ സുജാതയും കെട്ടിയവനും മാത്രമേ ഉള്ളൂ. അവരാണ് ജോലിക്കും പോകും. അവരാണ് രാവിലെ അവനും പോവും അവളും പോവും. പിന്നെ ഒറ്റക്ക് ഞാൻ എവിടെ നിൽക്കും? ഞാൻ പോണെന്ന് പറഞ്ഞപ്പോ സുജാത പറഞ്ഞ് വേലക്കാരി ഉണ്ടെന്ന് പറഞ്ഞു. നോക്കുമ്പോ ഒരു ചെറുപ്പക്കാരി പെണ്ണ്. വെറുതെ ഞാൻ അവിടെ നിന്ന് ചീത്തപ്പേരുണ്ടാക്കണത് എന്തിനാണ്? പിന്നെ ഞാൻ പറഞ്ഞു സുജാതെ ഞാൻ ഇറങ്ങണേന്ന് പറഞ്ഞപ്പോ സുജാത പറഞ്ഞ് ഒന്ന് ശ്രദ്ധിച്ചേക്കണേ, തട്ടിപ്പും വെട്ടിപ്പും ഉള്ളതാണ്ടാണെന്ന് പറഞ്ഞു. വേലക്കാരിയോട് പറഞ്ഞു? വേലക്കാരിയോടല്ല, എന്നോട്. ഇവള് തട്ടിപ്പും വെട്ടിപ്പും അങ്ങനെ അവളിയൊക്കെ പറയാൻ പറ്റുമോ? എന്നാ പിന്നെ ഞാൻ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞു ഞാൻ അവിടെ ഇരുന്നു. ഇവരെ അങ്ങ് പോയി കുറെ കഴിഞ്ഞിട്ട് ഇവിളെയും കാണാനില്ല. ഞാൻ അടുക്കള ചെന്ന് നോക്കുമ്പോ ഇവള് കുളിമുറിയിൽ കുളിക്കണം. ഒരു പെണ്ണ് എത്ര നേരം കുളിക്കും? 1 മണിക്കൂറായിട്ടും കുളി കഴിയണില്ല. പതുക്കെ ഞാൻ കസേര ഇട്ട് വെന്റിലേറ്ററിൽ കൂടി സാധനം ഒന്ന് തലയിട്ട് നോക്കി. അപ്പൊ ഇവള് കട്ടണം. മാമൻ എന്തിനാ കുളിമുറിയിലൊക്കെ ഒളിഞ്ഞു നോക്കാൻ പോയത്? ഞാൻ ഒളിഞ്ഞു നോക്കാൻ ചെന്നല്ല, ഇവര് കുളിക്കണ സോപ്പിട്ടാണ് കട്ടെടുത്ത് അവള് കുളിക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് എത്തി നോക്കിയതാ. അത് വലിയ കൊല്ലാത്ത. ഓഹോ. പിന്നെ അവൾ അതുമേ കയറി പിടിച്ച് ഏണി വെച്ച് വൈകുന്നേരം പറയും എനിക്കൊരു സ്വസ്ഥത വന്നിട്ടില്ല. എന്റെ പൊന്നോ, ഞാൻ ഇന്നുവരെ കേൾക്കാത്തത്ര ഏണി വാക്കുകളായിരുന്നു. സാധനം അവര് വന്നപ്പോ ഉള്ള കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞു. അവരപ്പൊ അവിടെ ക്യാമറ ഉണ്ടല്ലോ, സുജാതയും ഹസ്ബൻഡും കൂടി അതൊക്കെ കണ്ട് കാര്യം മനസ്സിലാക്കി ഉടനെ പറഞ്ഞു വിട്ടു. കണ്ടാ മാമൻ കാരണം ആ പെണ്ണിന്റെ ജോലി പോയി കിട്ടും. പെണ്ണിനെ അല്ല, എന്നോട് പറഞ്ഞപ്പോ പിക്കോളാൻ പറഞ്ഞു. ഇനി ഇവിടെ നിന്നാ ഇല്ലാത്ത അപവാദങ്ങളും കൂടി കേൾക്കേണ്ടി വരും, മാമൻ വിട്ടോന്ന് പറഞ്ഞു.